എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ ഈ വെള്ളിയാഴ്ചയും ഒരുപാട് സിനിമകൾ റിലീസാകുന്നുണ്ട്. കളങ്കാവൽ, ബബ്ബബ്ബ, ബൾട്ടി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം OTT ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് കിറുക്കൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. അപ്പാനി, അനാർക്കലി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇന്ന് സണ്ണസ്റ്റിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കിറുക്കൻ. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. നല്ലൊരു ഫാമിലി കോമഡി മൂവി. ഇപ്പോഴത്തെ മനോരമാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബി വാങ്ങിച്ചിട്ടുള്ളത്. ജനുവരി മാസം ലാസ്റ്റ് വീക്കോടുകൂടി ഗെറ്റ് സെറ്റ് ബേബി റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് തേരെ ഇഷ്ക് മേ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധനുഷ് നായകനായ ഹിന്ദി സിനിമയാണ് തേരെ ഇഷ്ക് മേ. നല്ല കളക്ഷനാണ് സിനിമ നേടിയെടുത്തത്. തിയേറ്ററുകളിൽ വിജയിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് OTT റിലീസ്. ജനുവരി മാസം 23-ന് തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസ് ആണ് സിനിമയിലെ നായകൻ. ഒരു കോമഡി മൂവിയായിരുന്നു നൈറ്റ് റൈഡേഴ്സ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി മാസം ലാസ്റ്റ് വീക്കോടുകൂടി നൈറ്റ് റൈഡേഴ്സ് OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ദുരന്തർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 1000 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ദുരന്തർ. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജനുവരി മാസം 30-ന് ദുരന്തർ സിനിമ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനിക നായകനായ സിനിമയാണ് വേല. കുറേ കാലമായി സിനിമ റിലീസായിട്ട്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നല്ലൊരു ത്രില്ലർ സിനിമ. ഇപ്പോഴത്തെ മനോരമാക്സിൽ വേല സിനിമ റിലീസിലെത്തുകയാണ്. ജനുവരി മാസം ലാസ്റ്റ് വീക്കോടുകൂടി വേല സിനിമ മനോരമാക്സിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് വിലായത് ബുദ്ധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പൃഥ്വിരാജ് നായകന സിനിമയായിരുന്നു വിലായത് ബുദ്ധ. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടതുകൊണ്ട് OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. നല്ല പ്രതീക്ഷയോടെയാണ് ബുദ്ധ വന്നത്. എന്നാൽ ആർക്കും തന്നെ സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് വിലായത് ബുദ്ധ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. സിനിമ റിലീസിന് മുന്നേ തന്നെ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. ജനുവരി മാസം ലാസ്റ്റ് വീക്കിൽ വിലായത് ബുദ്ധ ഹോട്ട്സ്റ്റാറിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർവമായ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകന സിനിമയാണ് സർവമായ. സിനിമ ഇതിനോടകം തന്നെ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. അത്രയ്ക്കും സിനിമ ഹിറ്റായി. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് സർവമായ. എന്നിട്ട് സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചുവെങ്കിൽ അത്രയ്ക്കും ഫാൻസ് നിവിൻ പോളിക്ക് ഉണ്ടെന്നാണ് അർത്ഥം. നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു സർവമായ. സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സർവമായ റെക്കോർഡ് തുകയ്ക്കാണ് OTTയിൽ പോയിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് സർവമായയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ എന്തായാലും ജനുവരി മാസം ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ വാരമായിട്ടായിരിക്കും OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനിക നായകന സിനിമയായിരുന്നു ബൾട്ടി. സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബൾട്ടി. ഒരുപാട് സീനിയർ താരങ്ങൾ നല്ല അഭിപ്രായമാണ് ബൾട്ടിക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിനിമ തമിഴിലും റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിലാണ് ബൾട്ടി സിനിമ റിലീസിനെത്തുന്നത്. ഫെബ്രുവരി മാസത്തിലായിരിക്കും ബൾട്ടി സിനിമ വരുന്നതെന്നാണ് റിപ്പോർട്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബബ്ബബ്ബ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഹൈപ്പോട് കൂടിയാണ് ബബ്ബബ്ബ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടത്ര അഭിപ്രായമല്ല തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ബബ്ബബ്ബ സിനിമ പരാജയപ്പെട്ടു. ദിലീപും മോഹൻലാലുമാണ് സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ബബ്ബബ്ബ സിനിമ റിലീസിന് എത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് C5-ലാണ് ബബ്ബബ്ബ സിനിമയുടെ OTT റിലീസ്. മലയാളം ഭാഷയിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും സിനിമ റിലീസുണ്ട്. OTT ട്രെയിലർ നേരത്തെ തന്നെ വന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് കളങ്കാവൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു കളങ്കാവൽ. തിയേറ്ററിൽ ഹിറ്റായ സിനിമയാണ് കളങ്കാവൽ. 80 കോടിക്കടുത്ത സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല അഭിപ്രായം സിനിമയ്ക്ക് കൊടുത്തു. മമ്മൂട്ടിക്കൊപ്പം വിനായകനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സോണി ലിയോവാണ് കളങ്കാവലിൻ്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ജനുവരി 16-നാണ് കളങ്കാവൽ സോണി ലിയോയിൽ വരുന്നത്. അതായത് ഇന്ന് വൈകിട്ടത്തോടുകൂടി സിനിമ OTTയിലെത്തും. ഇന്ന് തന്നെ കളങ്കാവൽ സിനിമ നിങ്ങൾക്ക് കാണാവുന്നതാണ്.
കളങ്കാവലിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് സർപ്രൈസ് സിനിമകൾ ഇന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.